ഒരു മിനിറ്റ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വന്ദന. നല്ലൊരു സായാഹ്നം ഇത് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ എടുത്തത്. അപ്പോൾ സൺസെറ്റ് എല്ലാം നമ്മൾ കണ്ടല്ലോ. അവിടെ പുറത്ത് കുറച്ച് വെളിച്ചം കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ അകത്തേക്ക് വന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്ലാസിക് സ്റ്റാർട്ടർ സ്നാക്കാണ്. അതുപോലെ തന്നെ ഇത് ഇഫ്താർ സമയത്തൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പറായിട്ടുള്ളൊരു സ്നാക്കാണ്. വേറെ ഒന്നുമല്ല, വെജിറ്റബിൾ കട്ട്ലറ്റ്. ഇനി ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇതുണ്ടാക്കുന്ന സമയത്ത് കൂടെ പറയാം. അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് തുടങ്ങാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കല്ലേ കട്ട്ലറ്റ്. അപ്പോൾ നമുക്കിനി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 3 മീഡിയം സൈസുള്ള പൊട്ടറ്റോ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണല്ലോ കട്ട്ലറ്റിൻ്റെ ഒരു ബേസ് പലപ്പോഴും. പിന്നെ ഒരു വലിയ സവാള കനം കുറച്ച് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇതും ഞാൻ വേവിച്ച് ഒന്ന് നന്നായി ഉടച്ച് വെച്ചതാണ്. ക്യാരറ്റ്, ഒരു വലിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ ഗ്രീൻ പീസ് എടുത്ത സമയത്ത് അത് ബീട്രൂട്ടിൻ്റെ കൂടെ ഇട്ട് വേവിച്ച കാരണമാണ് ഈ ഒരു കളറ്. പിന്നെ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 3/4 കപ്പ് കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ അല്ലെങ്കിൽ മൈദ എടുക്കാം. വേണമെങ്കിൽ കോൺഫ്ലോറും മൈദയും മിക്സ് ചെയ്തും എടുക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്രെഡ് ക്രംസ് അല്ല. സാധാരണ എല്ലാവരും ബ്രെഡ് ക്രംസ് ആണ് എടുക്കാറ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ റസ്കിൻ്റെ പൗഡറാണ്. പിന്നെ എരിവിനനുസരിച്ച് ഒരു ചെറിയ പച്ചമുളക്, വെള്ളം. ഇനി പൊടികളാണെങ്കിൽ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല, അതുപോലെ കുരുമുളക് പൊടി ഉപയോഗിക്കാം. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കാഷ്യൂനട്ട് അല്ലെങ്കിൽ ബദാം ചേർക്കാം കട്ട്ലറ്റിൽ ഇഷ്ടമാണെങ്കിൽ. അപ്പോൾ ഇനി നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ കണ്ടു. ഇനി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഗ്യാസ് ഓൺ ചെയ്തു, പാൻ വെച്ചു. അതിലേക്ക് ആവശ്യത്തിന് ഒരു ടീസ്പൂൺ 1-2 ടീസ്പൂൺ എണ്ണ ഒഴിക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മൾ എടുത്ത പച്ചമുളക് ചേർക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പച്ചമുളക് എരിവിനനുസരിച്ച് ചേർക്കണം. അതുപോലെ ഇഞ്ചി നമുക്ക് ചേർക്കാം. ഇഞ്ചി ഞാനിവിടെ ചേർക്കുന്നില്ല. പച്ചമുളകിൻ്റെ മണം വന്നപ്പോൾ എനിക്ക് മനസ്സിലായി നല്ല എരിവുണ്ടെന്ന്. അതുകൊണ്ട് ഞാനിവിടെ ഒരു ചെറിയ പച്ചമുളക് എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. സവാളയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ, അതുവരെ വഴറ്റാം. അത് കഴിഞ്ഞിട്ട് ബാക്കി പച്ചക്കറികൾ ചേർക്കാം. ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ചേർക്കാം കേട്ടോ. സവാളയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർക്കാം. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് തന്നെ ചേർക്കണം എന്നില്ല, ചെറുതായി അരിഞ്ഞ് വേണമെങ്കിലും ചേർക്കാം. നമ്മൾ ഉള്ളിയൊക്കെ അരിയുന്ന പോലെ ചെറുതായി അരിഞ്ഞും വേണമെങ്കിൽ ക്യാരറ്റ് ചേർക്കാം. ഞാൻ ഗ്രേറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. അടുത്ത നമുക്ക് ബീട്രൂട്ട് ചേർക്കാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊട്ടറ്റോ വേവിച്ച പോലെ ബീട്രൂട്ട് വേവിച്ച് ഒന്ന് നന്നായിട്ട് ഉടച്ചെടുത്തതാണിത്. വേറെ എന്തൊക്കെ പച്ചക്കറികൾ ചേർത്താലും ബീട്രൂട്ട് ചേർത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ബീട്രൂട്ട് കളർ തന്നെ വരും, ഒരു ബ്രൈറ്റ് കളർ. ബീട്രൂട്ട് ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഹെൽത്തിയാണ്. അതുകൊണ്ടും കൂടെയാണ് ഞാനിത് കട്ട്ലറ്റിനകത്ത് ചേർക്കുന്നത്. ഇനി നമുക്ക് ഗ്രീൻ പീസ് ചേർക്കാം. കണ്ടോ, ആ ക്യാരറ്റിൻ്റെ ഒരു ഓറഞ്ച് കളറൊക്കെ മാറി നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ബീട്രൂട്ട് കളർ തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമുക്കിനി പൊടികൾ ഇടണ്ടേ. ഇതിലേക്ക് ആദ്യം ആവശ്യത്തിന്, ഇത്ര അളവെന്നൊന്നും ഞാൻ പറയുന്നില്ല, ആവശ്യത്തിന് അനുസരിച്ച് ഉപ്പ് ചേർക്കാം.
1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച പൊട്ടറ്റോ ചേർക്കാം. പൊട്ടറ്റോ ഒക്കെ നന്നായി ഒട്ടിപ്പോയി. ഞാൻ കുറച്ച് നേരത്തെ വേവിച്ച് വെച്ചതുകൊണ്ടായിരിക്കും. നന്നായി ചേർത്തിളക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ചൊരു 1/2 ടീസ്പൂൺ ഡ്രൈ മാംഗോ പൗഡർ, അതായത് അംചൂർ പൗഡർ ചേർക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട്, ഇത് ഓപ്ഷണലാണ്, നിർബന്ധമില്ല. ഇതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ നാരങ്ങ നീര് ഒഴിക്കാം. കുറച്ച് പുളിയൊക്കെ ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ മാത്രം. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. എന്തെങ്കിലും എരിവോ ഉപ്പോ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കാം ഈ സമയത്ത്. എനിക്ക് കുറച്ച് ഉപ്പ് കുറവായിരുന്ന കാരണം ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഗരം മസാല ഞാൻ അധികം ഉപയോഗിക്കാത്ത കാരണം ഞാൻ ഈ കട്ട്ലറ്റിനകത്തും ഗരം മസാല ഉപയോഗിക്കുന്നില്ല. പക്ഷേ നമുക്ക് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ. ഞാൻ പറയാൻ വിട്ടുപോയതാണ്, മല്ലിയില ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മല്ലിയിലയും ഇതിനകത്ത് ചേർക്കാം. ഇനി ഇതൊന്ന് തണുക്കട്ടെ. കുറച്ച് പെട്ടെന്ന് തണുക്കാനായിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതുമാത്രമല്ല, ഫ്രൈ ചെയ്യാൻ എടുക്കുമ്പോഴും നമുക്കതായിരിക്കും ഈസി. വെജിറ്റബിൾ കട്ട്ലറ്റാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ മുട്ട ഉപയോഗിക്കുന്നില്ല. 1/4 കപ്പ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു പാലിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസി ആവണം. കോൺഫ്ലവറും മൈദയും വേണമെങ്കിൽ പകുതിയായിട്ട് മിക്സ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ മൈദ മാത്രമായാലും കുഴപ്പമില്ല. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാനുണ്ട്. ഇതുപോലെ വരണം. ബ്രെഡ് ക്രംസിന് പകരം ഞാൻ റസ്ക്കാണ് ഉപയോഗിച്ചത്. റസ്ക് ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേകിച്ച് അത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് കരിഞ്ഞു പോകണം അങ്ങനെയൊന്നും ഇല്ല. എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ റസ്കിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിനകത്ത് കുറച്ചുകൂടെയൊക്കെ വെള്ളമയം അല്ലെങ്കിൽ മോയ്സ്ചർ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ഈ റസ്കിൻ്റെ പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ഈ കൂട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന്ന് ഓരോ ഉരുളകളായി എടുത്ത് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. പിന്നെ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമാണ്, ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ കോൺഫ്ലോർ അല്ലെങ്കിൽ മൈദയുടെ ആ ഒരു മിക്സ്ചറിനകത്ത് നമ്മൾ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അത് അടിയിൽ പോയി സെറ്റിൽ ചെയ്ത് കിടക്കുന്നുണ്ടാവും. അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ഉരുട്ടി വെച്ച ബോൾസ് അതിനകത്ത് ഡിപ്പ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ബ്രെഡ് ക്രംസ് അല്ലെങ്കിൽ ഇപ്പം റസ്കിൻ്റെ പൊടിക്കകത്ത് നന്നായി ഒന്ന് ഉരുട്ടിയെടുക്കുക. കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരേ ഒരു സൈസിൽ അല്ലെങ്കിൽ ഈവണായിട്ട് എല്ലാം കട്ട്ലറ്റും ഒരേപോലെ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു അടപ്പ് വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. ഈ റസ്കിൻ്റെ പൊടി അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് നേരെ ആവാത്ത സ്ഥലങ്ങളുണ്ടെങ്കിൽ ഒന്നും കൂടെയൊക്കെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇതിനി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ചെയ്യാം.
നമുക്ക് പല ഷേപ്പും പരീക്ഷിക്കാം. ഇനി അവസാനം വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഷേപ്പിൽ, അതായത് നീളത്തിലുള്ള കട്ട്ലറ്റും ഉണ്ടാക്കിയെടുക്കാം. ഇതൊരു 10 മിനിറ്റ് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാം. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് അത്യാവശ്യം നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നതെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള എണ്ണ എടുക്കണം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഡീപ്പ് ഫ്രൈയിങ് തന്നെ ചെയ്യണമെന്നില്ല, ഷാലോ ഫ്രൈ ചെയ്താലും മതി. എണ്ണ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചൂടാവണം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ കട്ട്ലറ്റ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിനകത്ത് പാനിൻ്റെ സൈസ് അനുസരിച്ച് 3-4 ഒക്കെ ഇട്ട് ഒരുമിച്ച് ഒരേ സമയത്ത് ഫ്രൈ ചെയ്തെടുക്കാം. സാധാരണ ഹൈ ഫ്ലെയിമിലാണ് കട്ട്ലറ്റൊക്കെ കുക്ക് ചെയ്തെടുക്കാറ്. ഞാനിവിടെ റസ്കിൻ്റെ പൊടി ഉപയോഗിച്ച കാരണം ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇത് എണ്ണയിലേക്ക് ഇട്ട പാടെ ഇളക്കണ്ട. കുറച്ച് സമയം വെച്ചതിന് ശേഷം ഒന്ന് ഫ്രൈ ആയതിന് ശേഷം തിരിച്ചിടാം. എണ്ണ നന്നായിട്ട് തിളയ്ക്കുന്നത് കുറച്ചൊന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് വെന്തോന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഇതെടുത്ത് വേറൊരു ടിഷ്യൂ പേപ്പറിലോ അല്ലെങ്കിൽ പാത്രത്തിലേക്കോ മാറ്റി വയ്ക്കാം. നമ്മൾ നല്ല ചൂടുള്ള എണ്ണയിലിട്ട കാരണം ഇത് അധികം എണ്ണ വലിച്ചെടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഒട്ടും പൊട്ടിയിട്ടുമില്ല. കട്ട്ലറ്റ് നമുക്ക് ടൊമാറ്റോ സോസിൻ്റെ കൂടെ, കെച്ചപ്പിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. അതല്ലെങ്കിൽ പച്ചമുളക്, ഉള്ളി, വിനെഗർ, ഉപ്പ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടും കഴിക്കാം. അങ്ങനെ നമ്മൾ വെജിറ്റബിൾ കട്ട്ലറ്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. എല്ലാവരും തീർച്ചയായിട്ടും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ്. പിന്നെ അതുകൂടാതെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിലേ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യാൻ ശ്രമിക്കണം. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.